അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് ചെറിയൊരു യാത്രയ്ക്ക് പോവാണ്. റേഡിയോ FM 98.6 ഒരു ക്രെഡിറ്റ് വിന്നറിൽ നമുക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജിയക്കുട്ടിയൊക്കെ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് അവർ നമ്മളോട് വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ ഞങ്ങളിതാ ഓൺ ദ വേ ആണ്. ചെറുതാ ഇവിടെ കിടക്കുകയാണ്. അവളുടെ കളിപ്പാട്ടതാ അവിടെ ഇങ്ങനെ ഒരു സാധനം വൈകിട്ട്. ഇത് ശരിക്കും നല്ലൊരു ഹെൽപ്ഫുള്ളാണ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ. ഇത് നമ്മളിപ്പോൾ ലുസൈൽ ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഏട്ടൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾ ഉറങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പം എന്തായാലും യാത്രകളിലുള്ള കാഴ്ചകളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ ജീക്കുട്ടി ഉറങ്ങി. അപ്പം ഞാനിങ്ങനെ മെല്ലെ റോഡുകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ആ ഫ്രണ്ടിലോട്ട് ഇരുന്നതാണ്. ഏട്ടൻ നല്ല അടിപൊളി ഡ്രൈവിങ്ങിലാണ്. നമ്മളിപ്പോൾ കോസ്റ്റൽ റോഡിൽ കൂടെ പോവാണ്. അപ്പം ഇതിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ലുസൈൽ. കാണാം ലുസൈൽ സ്റ്റേഡിയം ഇനിയാണ് വരുന്നത്. നമ്മുടെ മെസ്സിയൊക്കെ ഫൈനൽ കഴിച്ച സ്റ്റേഡിയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ കപ്പ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഏഷ്യൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊടി തോരണങ്ങളെല്ലാം. ഈ ഡെക്കറേഷൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ മെസ്സി വരെ ഫൈനൽ കഴിച്ച സ്റ്റേഡിയം. നമ്മുടെ മെട്രോ ആണ്. അതിന്റെ നേരത്തെ മെട്രോ ഉണ്ട്. ഈ സ്റ്റേഡിയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വാക്കിംഗ് സ്പേസ് ഉണ്ട് അതിലെ കൂടെ റോഡിന്റെ. ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ട്രെയിനിൽ വരുന്നവർ ഒരു ട്രാഫിക് കിട്ടി നമുക്ക്. അപ്പൊ ട്രാഫിക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ ചുമന്ന ലൈറ്റുകൾ പച്ചയാവാൻ വേണ്ടിയിട്ട്. ലുസൈൽ സിഗ്നൽ ആണിത്. ലുസൈൽ സിഗ്നൽ. ഇനി കുറച്ച് ദൂരമല്ല, അത്യാവശ്യം നല്ല ദൂരം സിഗ്നലുകൾ താണ്ടി വേണം നമുക്ക് അവിടെ എത്താൻ. നമ്മുടെ മാപ്പില് പറയുന്നത് നമ്മൾ കോർണിഷ് റോഡ് പോകാൻ വേണ്ടിട്ടാണ്. പക്ഷെ അതുവഴി പോയാലേ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. കാരണം ഇപ്പൊ സമയമാണ്, ഓഫീസെല്ലാം വിടുന്ന സമയമല്ലേ. ഓഫീസൊക്കെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പം എല്ലാം തിരക്ക് തന്നെയാണ്. ഇതുവഴി സിഗ്നൽ ഉണ്ട്, അതുവഴി സിഗ്നൽ ഉണ്ട്. പക്ഷെ ഇതുവഴി കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നുന്നു. എന്തായാലും 5 മണിക്ക് മുന്നേ എത്തിയതില്ലേ? 5 മണിക്ക് മുന്നേ പറഞ്ഞത്. ഇപ്പൊ 3:45 ഇവിടെ. ഇനിയും ഉണ്ടല്ലോ സമയമുണ്ടല്ലോ. കാണാം അൽപുറേരിയയിൽ നമുക്ക് വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഭയങ്കര ട്രാഫിക്കും സിഗ്നൽസും ഉണ്ട്. കുറെ സിഗ്നൽസ് ഉണ്ട്. വണ്ടികൾ കൊണ്ടൊരു കളിയാണ്. പിന്നെ മുന്നേ കാണുന്ന ബിൽഡിങ്സ് ആണ് വെസ്റ്റ് വേയുടെ ആ ഒരു ഏരിയ. സിറ്റി സെന്ററും ഒക്കെ വരുന്ന ആ ഒരു ഏരിയ. ഇത് ഖത്തറിന്റെ മിനിസ്ട്രിയാണ്. എന്താ ബിൽഡിംഗ് നോക്കി. നമ്മളിപ്പോ FM-ന്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ ഓഫീസ് എവിടെയാന്ന് കണ്ടുപിടിക്കണം. ഒന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ റേഡിയോ മലയാളത്തിൽ എത്തിയിരിക്കുകയാണ്. FM-ന്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഓരോ സംഭവങ്ങൾ നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അടിപൊളി ഓഫീസാണ്. നല്ല എന്താ പറയുക, ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ FM-ൽ പോയിട്ട് നമ്മുടെ പ്രൈസ് വാങ്ങി. എന്താണെന്ന് അറിയാതെ പാരജോണിന്റെ ഒരു പെട്ടിയാണ് നമുക്ക് പ്രൈസായിട്ട് കിട്ടിയത്.
അപ്പോൾ ഇനി ബാക്കി നമ്മൾ വീട്ടിൽ പോയിട്ട് കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ. ഇതാ നമ്മുടെ പ്രൈസിങ് ഇതൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം. അപ്പോൾ അത് കയറിയിട്ട് നേരെ വീട്ടിലേക്ക്, വീട്ടിലെത്തിയിട്ട് നമുക്കിത് നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് റേഡിയോ മലയാളം FM നമുക്ക് തന്ന ഗിഫ്റ്റ്. ഒരു പ്രഡിക്ഷനിൽ വിന്നറായതിൻ്റെ അവർ തന്ന ഒരു ഗിഫ്റ്റാണിത്. പാരാജോണിൻ്റെ നല്ലൊരു ട്രോളി ബാഗാണ്. അപ്പോൾ ഇത് നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ. വലിച്ച് കയറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേലെ ഇത് കാണിച്ചു കൊടുത്തതാ പാരാജോൺ അതല്ലേ. കുഴപ്പമില്ല, നല്ല പെട്ടി കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ചെറിയ ഒരു 20 കിലോ കൊള്ളുന്നൊരു ബാഗാണ്. കുഴപ്പമില്ല. നമുക്കൊന്ന് തുറന്നു നോക്കിയല്ലോ. വിശാലമായ ഷോറൂം. കുഴപ്പമില്ല, ചെറിയ പെട്ടിയാണെങ്കിലും നല്ല ഒരു ബ്രാൻഡഡ് പെട്ടിയാണ്. ജിയക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. ജിയക്കുട്ടിക്ക് അതിനുള്ളിൽ ഞങ്ങൾക്ക് ഒരു ട്രോളി ബാഗ് വാങ്ങണം, ഇവക്ക് വേണ്ടി വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് യാദൃശ്ചികമായിട്ട് ഒരു ട്രോളി ബാഗ് കിട്ടിയത്. എന്തായാലും താങ്ക്സ് ടു റേഡിയോ മലയാളം 98.6 നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് തന്നതിൽ പാരാജോണിനോടും 98.6 മലയാളം FM-നോടും കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇങ്ങനൊരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. ബൈ പറയൂ ജിയക്കുട്ടി. ബൈ പറയൂ. ബൈ പറയൂ. ബൈ. ബൈ.